പാലക്കാട്ടെ നീലപ്പെട്ടി വിവാദത്തിൽ പ്രതികരണവുമായി KSU നേതാവ് ഫെനി നൈനാൻ രംഗത്ത് വന്നു. ആരോപണങ്ങളിൽ കഴമ്പില്ലെന്ന് തെളിയിക്കപ്പെട്ടതിൽ വളരെ സന്തോഷമുണ്ട്. മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ പേരെടുത്ത് അധിക്ഷേപിച്ചു. നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും ഫെനി നൈനാൻ 24-നോട്. ട്രോളി ബാഗ് വിവാദത്തിൽ ക്ലീൻ ചീറ്റ് പോലീസ് നൽകിയിരിക്കുന്ന വാർത്ത കാണുവാനിടയുണ്ടായി. അത് SP തന്നെ പരസ്യമായി സമ്മതിക്കുന്ന വിഷ്വൽസ് കാണാനിടയുണ്ടായി. വളരെയധികം സന്തോഷമുണ്ട്. ഒരു കഴമ്പുമില്ല എന്ന് അവരുടെ തന്നെ നിയന്ത്രണത്തിലുള്ള സർക്കാർ സംവിധാനങ്ങൾ ഒടുവിൽ സമ്മതിക്കേണ്ടി വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരു തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുവാൻ വേണ്ടി എന്തും വിളിച്ചു പറയാമെന്ന സ്ഥിതി കേരളത്തിൽ ഉടലെടുത്തതിൽ വളരെയധികം സങ്കടമുണ്ട് സത്യത്തിൽ. തുടർന്ന് ഇതിനെതിരെയുള്ള നിയമ നടപടികളുമായിട്ട് ഞാനടക്കമുള്ളവർ മുന്നോട്ട് പോകും. CPM-ൻ്റെയും BJP-യുടെയും നേതാക്കന്മാർ മാപ്പ് പറയണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഒരു മാധ്യമ പ്രവർത്തകനും മന്ത്രി MP രാജേഷും മന്ത്രി MP രാജേഷിൻ്റെ അളിയൻ നിതിൻ കണിച്ചേരിയും തമ്മിൽ നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ വിവാദം. ട്രോളി ബാഗ് വിവാദത്തിൽ ക്ലീൻ ചീറ്റ്. തിരുവനന്തപുരത്ത് നിന്ന് AV ജയശങ്കർ ടെലിഫോണിൽ ചേരുന്നു. ജയശങ്കർ, യഥാർത്ഥത്തിൽ ഇപ്പം ഈ റിപ്പോർട്ട് കൊടുത്തതോടെ കോൺഗ്രസ് കുറച്ചുകൂടി ശക്തമായ ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണല്ലോ, വിവരങ്ങൾ? SKN പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട BJP-യും CPM-ഉം ട്രോളി ബാഗ് കേന്ദ്രീകരിച്ച് വലിയ വിവാദങ്ങളാണ് ഉണ്ടാക്കിയത്. ഫെനി നൈനാൻ നീല ട്രോളി ബാഗിൽ രാഹുലിന് വേണ്ടി പണം കടത്തിയെന്നായിരുന്നു മന്ത്രി MP രാജേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിലാണ് ഇപ്പോൾ പോലീസിന്റെ ക്ലീൻ ചീറ്റ് വരുന്നത്. ഇതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവും K മുരളീധരനും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇതിൽ പ്രതികരണം നടത്തി. പിന്നാലെയാണ് ഇതിലെ വിവാദ നായകൻ ഫെനി നൈനാനും ഇതുമായി ബന്ധപ്പെട്ട് നമ്മോട് പ്രതികരിച്ചത്. ആരോപണങ്ങളിൽ കഴമ്പില്ലെന്ന് അറിഞ്ഞതിൽ സന്തോഷം. ഈ റിപ്പോർട്ട് വലിയ സന്തോഷം നൽകുന്നു. തനിക്കെതിരെ മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ പേരെടുത്ത് അധിക്ഷേപം നടത്തി. ഒരു മാധ്യമ പ്രവർത്തകനും MP രാജേഷും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ അളിയൻ നിതിൻ കണിച്ചേരിയുമാണ് ഈ ആരോപണങ്ങൾക്ക് പിന്നിൽ. ഇവർ ഗൂഢാലോചന നടത്തിയെന്നാണ് ഫെനി പറയുന്നത്. ഒപ്പം തന്നെ ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ എന്തും വിളിച്ചു പറയാമെന്നൊരു സ്ഥിതി സംസ്ഥാനത്തുണ്ടായതിൽ സങ്കടമുണ്ടെന്നും ഫെനി പറയുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് ഫെനി വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും കോൺഗ്രസും ഈ വിഷയവുമായി ബന്ധപ്പെട്ട തുടർ നിയമ നടപടികളുടെ കാര്യങ്ങൾ ആലോചിക്കുന്നു. കാരണം പോലീസ് ഉൾപ്പെടെ റിപ്പോർട്ട് നൽകിയ സാഹചര്യത്തിൽ അനുകൂല സാഹചര്യം എന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. നാളെ ഇതുമായി ബന്ധപ്പെട്ട തുടർ ആലോചനകളിലേക്ക് KPCC നേതൃത്വത്തിൽ തന്നെ കാര്യങ്ങൾ നീങ്ങുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. SKN. ഓക്കെ, താങ്ക് യു AV ജയശങ്കർ.